जिस तरह से उन्होंने वहाँ लोगों को रेस्क्यू किया है, ये अपने आप में उदाहरण है कि दिल्ली पुलिस के लोग सबसे पहले डिजास्टर मैनेजमेंट से पहले भी पहुंचे हैं. അവർക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞങ്ങളെ മതക്കാരല്ല മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അവരതല്ല ചെയ്തത്. ഡൽഹിയിലുള്ള അല്ലെങ്കിൽ ഉത്തർപ്രദേശിലുള്ള സംഘിലായിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ഉള്ള ഒരു വർത്തമാനമാണ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിന് താഴെ എന്താ പറയുക, ഇല്ലീഗലായിട്ടുണ്ടാകുന്ന കുറേ മുറികളിലൊക്കെ കുറേ പേർ താമസിച്ചിരുന്നു. 20 പേരെ മരണപ്പെട്ടെ. ആ ഒരു ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ മുകളിൽ ആ ഒരു ഹോട്ടലിന്റെ റെസ്റ്റോറന്റ് മുകളിൽ താമസിച്ചിരുന്ന ആളുകളിൽ 20 പേർ മരണപ്പെട്ടു തീപിടുത്തത്തിൽ. പലരും എങ്ങനെയാ രക്ഷപ്പെടേണ്ടെന്ന് അറിയില്ല. ഒരൊറ്റ ചെറിയ ഗോവണി മാത്രമാണ് അതിന്റെ മേളിലേക്ക് കയറാൻ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു റെസ്ക്യൂവിനുള്ള ഒരു സംവിധാനം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു അപകടം നടന്ന സമയത്ത് തൊട്ടടുത്തൊക്കെ ഷോപ്പുകൾ നടത്തിയിരുന്ന മുസ്ലിം വിഭാഗത്തിലെ ആളുകളാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ആ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളെ അവിടുത്തെ തന്നെയുള്ള MLA വന്നിട്ട് അഭിനന്ദിക്കുന്ന ദൃശ്യമാണ് നമുക്ക് ഈ കാണുന്നത്. അവിടുത്തെ യുവാക്കള്, അവിടുത്തെ മുസ്ലിം യുവാക്കള്, ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത് അത്രയേറെ ആക്രമണം അവർക്കെതിരെ ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡൽഹി പ്രദേശങ്ങളൊക്കെ അത്രയേറെ ആക്രമണം ഈ മുസ്ലിം വിഭാഗത്തിന് നേരെ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്, അവരെന്തോ ഒരു ഭീകരജാതികളായിട്ട് അവരെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വർത്തമാനം പറയുന്നത്. അതല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഐ എം സോ സോറി കേട്ടോ. എന്തായാലും മനസ്സിലാക്കേണ്ടത് 10-21 പേരാണ് അന്ന് അവിടെ മരണപ്പെട്ടത്. 2 ദിവസം ആവുന്നുള്ളൂ. മിഞ്ഞാന്ന് ഇന്നലെയായിട്ടാണ്. അവിടെ മലവിയ നഗർ, അവിടെ ആ ഒരു സ്ഥലത്തിന് പേര് അതാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. ആ തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരു മടിയും കൂടാതെ അവിടെയുള്ള യുവാക്കള് അവരെ രക്ഷിക്കാൻ ഇറങ്ങി. ഒരു പോസ്റ്റ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. ദാറ്റ്സ് വെരി എന്താ പറയുക, ബ്രേവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്. ഇതാ എവിടേത്, വസീം, മുസ്തക്കി, അഫ്സൽ, അർമൻ, ഷുഹൈബ്, വഗർ, സലാഹുദ്ദീൻ, ഇസ്രാം, റിയാസുദ്ദീൻ. ഹിന്ദു മുസ്ലിം പേരിൽ ദിവസവും വിഷം ചീറ്റുന്ന ആളുകളോടാണ്. ഡൽഹി തീപിടുത്തത്തിൽ അനേകം ജീവിതങ്ങളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ചാടിയിറങ്ങിയ മനുഷ്യരുടെ പേരുകളാണ്. അർമാൻ, ഷുഹൈബ്, വഗാർ, സലാഹുദ്ദീൻ, ഇസ്രാം, വസീം, മുസ്തഫീം, അഫ്സൽ, അനീസ്, റിയാസുദ്ദീൻ. ഈ ആളുകളൊക്കെ സ്വന്തം ജീവിതം പോലും പണയം വെച്ചിട്ടാണ് അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ ഇറങ്ങിയെന്ന് മനസ്സിലാക്കണം. 21 പേരാണ് അവിടെ മരണപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് അവരെ രക്ഷിക്കാൻ ഇറങ്ങി ഇത്തരം ആളുകളെ പറ്റിയിട്ടൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപകട സ്ഥലത്ത് ഓടിയെത്തി സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങിയത് ഏതാനും പ്രാദേശിക നിവാസികളായിട്ടുള്ള ആളുകളാണ് എന്ന് സുപ്രിയ ശ്രീനേർ തന്റെ എക്സ് ഹാൻഡിലൂടെ പങ്കുവച്ചു. അവരുടെ പേരുകളടക്കം ഇവര് എഴുതി വെച്ചിട്ടുണ്ട്. ജൂൺ 3 പുലർച്ചെയാണ് മാളവ്യ നഗരിലെ ഫ്ലറിഷ് സ്റ്റേ B&B റെസ്റ്റോറന്റ് കെട്ടിടത്തിൽ വൻ തീപിടുത്തം ഉണ്ടായത്. വിദേശികളും മെഡിക്കൽ ടൂറിസ്റ്റുകളും ഉൾപ്പെടെ നിരവധി പേര് കുടങ്ങിക്കിടന്ന 5 നില കെട്ടിടത്തിൽ നിന്ന് 40-ലധികം പേരെയാണ് ഇവർ രക്ഷപ്പെടുത്തിയത്. പ്രൊഫഷണൽ അഗ്നിശമന സേനാംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രാദേശിക വ്യാപാരികളും താമസക്കാരും അതിവേഗമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതെന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇനി അവിടെ ഏറ്റവും അത്ഭുതം ഉണ്ടാക്കിയത് ചില ആളുകളെല്ലാം ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്നുണ്ട്. ഒരുപക്ഷെ ആ ദൃശ്യമൊക്കെ ചിലപ്പോൾ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. കണ്ടില്ലേ, അവിടുന്ന് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ തൊട്ടടുത്തൊരു കടക്കാരനുണ്ട്. വേണമെങ്കിൽ അയാളെ നമുക്ക് മുസ്ലിം എന്ന് തന്നെ വിളിക്കാം. മുസ്ലിം ആണെന്നേ, മനുഷ്യനാണ്. പക്ഷെ ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി അങ്ങനെ പറയുകയാണ്. ആ മനുഷ്യന് ഉണ്ടായിരുന്ന ഷോപ്പ് എന്ന് പറയുന്നത് കിടക്കകളുടെ ഷോപ്പായിരുന്നു. കിടക്കകൾ 2 ലക്ഷത്തോളം വില വരുന്ന കിടക്കകളാണ്. മുകളിൽ നിന്ന് ആളുകൾ രക്ഷ നേടിയിട്ട് ചാടുകയാണ്. തീപിടുത്തം രക്ഷപ്പെടാൻ വേണ്ടി ബിൽഡിങ്ങിന്റെ മേലിൽ നിന്ന് ചാടിയിട്ട് മരണപ്പെടുന്ന ഉറപ്പായപ്പോൾ ഈ മനുഷ്യൻ ചെയ്ത് തന്റെ മകനെയും കൂട്ടി തന്റെ കടയിലെ ഈ വില കൂടിയ മെത്തകൾ മുഴുവൻ ഈ തീപിടുത്തത്തിന് താഴെ, ആ ഒരു ബിൽഡിങ്ങിന് താഴെ കൊണ്ടുപോയിട്ട് വിരിച്ചു. ആളുകൾ മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാടിയത് ആ ഒരു മെത്തകളിലേക്കാണ്. 2 ലക്ഷം രൂപയുടെ മെത്തകളാണ് അങ്ങനെ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞ്. തൻ്റേതല്ലാത്ത, തൻ്റെ ബന്ധുക്കളല്ലാത്ത ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ബിസിനസ്സുകാരൻ ചെയ്തത് 2 ലക്ഷത്തോളം വില വരുന്ന കിടക്കകൾ വിരിച്ചിട്ട് രക്ഷപ്പെടുത്തിയാണ്. മിണ്ടാതിരുന്ന പോരെ,
പശുക്കളുടെ പേരിൽ ഞങ്ങളുടെ കൂട്ടക്കാർ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് മിണ്ടാതിരുന്നാ പോരെ എന്നൊന്നും ഇവർ ചിന്തിച്ചിട്ടില്ല. ഇതാണ് മനുഷ്യത്വം. ഇനിയെങ്കിലും ഈ ആക്രമണ സ്വഭാവമായിട്ട് നടക്കുന്ന, ഹിന്ദു മുസ്ലിം വൈരവുമായിട്ട് നടക്കുന്ന ആ മൃഗജാതി വർഗങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ടൊന്ന് പഠിക്കണം. നോക്കൂ. In Delhi's Malviya Nagar, people trapped on the upper floors faced an impossible choice: stay inside the burning building or jump. For several of them, survival came thanks to Riazuddin Mansoori, a local mattress seller who transformed his shop into an emergency rescue station. Within minutes, mattresses that were meant for comfort became life-saving cushions for those desperately trying to escape the flames. हाउस में पुरुष भी जो कूदा है, 2 लेडीज हैं और 6 കണ്ടില്ലേ, അദ്ദേഹം തന്റെ ആ ഒരു ഷോപ്പ് വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ രക്ഷ നേടാനുള്ള ഒരു സംഭവമായിട്ട് മാറ്റാമെന്ന് ആലോചിച്ച് തന്റെ ആ മാട്രസ് മുഴുവൻ അവിടെ കൊണ്ടുപോയി വിരിച്ചു എന്നുള്ളതാണ്. കൈയടിക്കേണ്ട സമൂഹം, കൈയടിക്കേണ്ടേ. ഇദ്ദേഹം പറയുന്ന വാക്ക്, 2 women and 6 men jumped from. നോക്കൂ. जो कूदी ऊपर से, चौथी और 5वीं तीसरी से. But for Riazuddin and his family, the rescue effort did not end once people reached the ground. फिर कैजुअलिटी के लिए हमने अपना कपड़ा दिया, बेड शीटें दी, रजाइयाँ दी, चादरें दी, ये सब हमने കണ്ടില്ലേ, था, सारा दुकान का सामान दे दिया. സഹോദരങ്ങളല്ലേ, മനുഷ്യരല്ലേ, അവരെ രക്ഷപ്പെടുത്തണ്ടേ. എനിക്ക് നഷ്ടം ചിലപ്പോൾ 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയിലും, പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ 4-5 ജീവനുകൾ രക്ഷപ്പെട്ടില്ല എന്നാണ് ഈ മനുഷ്യർ ഇരുന്ന് പറയുന്നത്. ഇത്തരം ആളുകളൊക്കെയാണ് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നതും നമ്മുടെ നാട് പ്രൈസ് ചെയ്യേണ്ടതും. ഇത്തരം വാർത്തകളാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് കൂടി എനിക്ക് തോന്നിപ്പോകുന്നു. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ വിഭാഗം ആൾക്കാരാണ് നമ്മുടെ സമാധാനപരമായി ജീവിക്കുന്ന എല്ലാ മതത്തിനും ജീവിക്കാനും മതം പ്രചരിപ്പിക്കാനും മതവിശ്വാസമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ ഈ വിഭാഗം ആളുകളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. പശുവിൻ്റെ പേരിൽ, മാംസക്കടത്തിൻ്റെ പേരിൽ ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇവർ മാത്രമല്ല, ദളിതരും ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ വരുമ്പോൾ ഒരല്പസ്വല്പമൊക്കെ ഈ പശുവിൻ്റെ പേരിലും മറ്റൊക്കെ ഇത്തരം ആളുകളൊക്കെ ആക്രമിക്കുന്ന ആളുകളുടെ തലയിലേക്ക് അല്പമെങ്കിലും ഒരു ബോധം എത്തുമെന്നുള്ള തോന്നലാണ്. എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെയാണ് ലോകം, ഇങ്ങനെയൊക്കെയാണ് ലോകം ഉണ്ടാവാൻ പാടുള്ളൂ. ജാതി മതം നോക്കാതെ ഒക്കെ ജീവിക്കുന്ന ഒരു നല്ല സുന്ദരമായിട്ടുള്ള ലോകം ഉണ്ടാകുന്നതൊക്കെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ. ഇവിടെ ഇപ്പോൾ മനുഷ്യരാണ് രക്ഷിച്ചത്, ഞാൻ മതം പറഞ്ഞല്ല, പക്ഷേ പറയേണ്ട ഒരു സന്ദർഭം വന്നുകൊണ്ട് പറഞ്ഞു പോയതാണ്. അവിടെ ആ രക്ഷിക്കാൻ നിന്നത് മനുഷ്യത്വമാണ്. മതത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിലനിൽക്കുന്നുകൊണ്ടാണ്. ബൈ.